ഒമാനിലുണ്ടായ സ്കൂൾ ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലയാളി ബാലികയ്ക്ക് 32,000 റിയാൽ നഷ്ടപരിഹാരം നൽകാൻ മസ്കത്ത് പ്രൈമറി കോടതിയുടെ വിധി. കോട്ടയം സ്വദേശി ജെറിൽ ജോസിന്റെയും ജൂഡിയുടെയും മകൾ ജസ്റ്റിഫർ ജെറിനാണ് 55 ലക്ഷം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരമായി നൽകാൻ വിധി. മബേല ഇന്ത്യൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ജസ്റ്റിഫറിന് കഴിഞ്ഞ വർഷം ഏപ്രിൽ 8-ന് വീടിന് മുൻവശത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കണ്ണിന് ചെറിയ കാഴ്ചശക്തി മാത്രമാണുള്ളത്. ഇത് വീണ്ടെടുക്കാൻ കേരളത്തിൽ ചികിത്സയിലാണ് 6 വയസ്സുകാരിയായ ജസ്റ്റിഫർ. സഹോദരിയും മബേല സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ജെനിഫറുമൊത്ത് സ്കൂളിൽ നിന്ന് തിരിച്ചുവരവെയായിരുന്നു അപകടം. കുട്ടികളെ ശ്രദ്ധിക്കാതെ ഡ്രൈവർ മുന്നോട്ടെടുത്ത ബസ് ജസ്റ്റിഫറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. മുഖത്തിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചു നടത്തിയ പരിശോധനയിൽ കണ്ണിന്റെ നാഡികൾക്കുണ്ടായ പരിക്ക് കൃഷ്ണമണിയെ ബാധിച്ചതായി കണ്ടെത്തി. ഗുരുതരാവസ്ഥയിൽ ദിവസങ്ങളോളം ഐസിയുവിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ തലയോട്ടി തുറന്നുള്ള ശസ്ത്രക്രിയകളടക്കം നടത്തിയെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപകടത്തെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്ന വസ്തുത മനസ്സിലാക്കിയാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്. ഇൻഷുറൻസ് കമ്പനി അപ്പീലിന് പോകാത്ത പക്ഷം കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് വൈകാതെ നഷ്ടപരിഹാര തുക ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 മസ്കറ്റ്.